Dear students, today we are discussing the second part of elements to be considered during the creation of organization structure. We have already discussed the topics job design and departmentation in our first video. Today we are discussing these two areas, span of control and delegation of authority. First area that we will discuss is span of control. Span of management or span of control. This concept was contributed by V.A. Greikunas. According to him, span of control means the number of subordinates that can be effectively controlled by a superior. ഒരു സുപ്പീരിയറിന് ഇഫക്റ്റീവായി ഫലപ്രദമായി എത്ര ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയും, ഈ ഒരു നമ്പറിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാനൊരു ചെറിയ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു സുപ്പീരിയർ ഉണ്ട്, അയാളുടെ കീഴിൽ 3 പേരുണ്ട്. അപ്പോൾ ബൈ ലുക്കിംഗ് ദിസ് ഡയഗ്രാം വി ക്യാൻ സേ ദാറ്റ് ദ സ്പാൻ ഓഫ് കൺട്രോൾ ഇൻ ദിസ് കേസ് ഈസ് എത്രയാണ് വരിക? 1, 2, 3. ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓക്കെ, ഈ ഒരു എണ്ണത്തെയാണ് നമ്മളെന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി കൺട്രോൾഡ് ബൈ എ സുപ്പീരിയർ. വിത്ത് റിഗാർഡ് ടു സ്പാൻ ഓഫ് കൺട്രോൾ വി ക്യാൻ സേ ദാറ്റ് 2 രീതിയിലാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉള്ളത്. ഒന്ന് ടോൾ സ്ട്രക്ചർ, ഫ്ലാറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടെ ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഓർഗനൈസേഷനിൽ 10 പേരുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ 4 പേര് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇയാളുടെ കീഴിലൊരു 2 പേര്, ഇയാളുടെ കീഴിൽ 2 പേര് അല്ലേ. ഇപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഓക്കെ, ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, ഈ ഒരു സ്ട്രക്ചർ നമ്മളൊരു എക്സാമ്പിളാണ്, ഇങ്ങനെ നിൽക്കുക. ഇനി ഇത് ഈ സ്ട്രക്ചർ ഇതുപോലെ അല്ലാതെ മറ്റൊരു രീതിയിലും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ, ഈ മാനേജറുടെ കീഴിൽ ഒരു 9 പേര്, ഇയാൾക്ക് 9 പേരെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ 2 രൂപത്തിൽ നമ്മൾ ഈ സ്ട്രക്ചറിനെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ട്രക്ചറുകൾ 2 ടൈപ്പാണ്. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൻ്റെ പ്രത്യേകത സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ 2 or 3 ആണ് അല്ലേ. ടോപ്പ് ലെവലിൽ 2 ആയിരുന്നു, 3 ആയിരുന്നു, പിന്നെ വന്നപ്പോൾ 2 ആയി. അതേസമയം സെക്കൻഡ് സ്ട്രക്ചറിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുണ്ട്. 9 ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 10 പേര് വന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? സ്മോൾ സ്പാനാണ് അല്ലേ. ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ പ്രത്യേകത ഇവിടെ സ്പാൻ ചെറുതാണ്, കാരണം ഒന്നുകിൽ 3 പേര് അല്ലെങ്കിൽ 2 പേരാണ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്. അതേസമയം സെക്കൻഡ് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എങ്ങനെയുള്ള സ്പാനാണ്? ലാർജ് സ്പാനാണ്, കാരണം 9 പേരെയാണ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇൻ കേസ് ഓഫ് സ്മോൾ സ്പാൻ ദ സ്ട്രക്ചർ വിൽ ബി ടോൾ സ്ട്രക്ചർ. ഹൈറ്റ് കൂടിയ സ്ട്രക്ചറാണ് അല്ലേ സ്മോൾ സ്പാൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ 1, 2, 3 അല്ലേ 3 ലെവലുകൾ വന്നു. അപ്പോൾ ഹൈറ്റ് കൂടി. അതേസമയം സെക്കൻഡ് സ്ട്രക്ചർ ഫ്ലാറ്റ് സ്ട്രക്ചറാണ്. കാരണം എന്താണ്? ഒരാളുടെ കീഴിൽ 9 എണ്ണം, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ടാണ് ഈ സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഇൻ സ്മോൾ സ്പാൻ ആകുമ്പോൾ പ്രത്യേകത ദർ ഈസ് മോർ ലെവൽസ്, കുറേ ലെവലുണ്ട് അല്ലേ. 3 ലെവലാണ് വന്നത്. അതേസമയം സെക്കൻഡ് കേസിൽ ലെസ് ലെവൽസാണ്, 2 ലെവലേ ഉള്ളൂ, ഒരു ടോപ്പും ഒരു ലോവറും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് സ്പാൻ മേ ബി സ്മോൾ സ്പാൻ. If there is small span of control, the structure will be tall structure and there will be more levels. If the span of control is large, then the organization structure will be flat structure. There will be less management levels. Then, factors influencing span of control. Span of control നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് എല്ലാ സ്ഥാപനത്തിലും ഒരാളുടെ കീഴിൽ 10 പേരെ ഇടാൻ പറ്റില്ല. ചില സ്ഥാപനങ്ങളിൽ ഒരാളുടെ കീഴിൽ 2 പേരെ ഇടാൻ പറ്റുകയുള്ളൂ. ദർ ആർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആർ നാച്ചർ ഓഫ് വർക്ക് അല്ലേ, ജോലിയുടെ സ്വഭാവം. ചില ജോലിക്ക് വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ കീഴിൽ 25 ആളിടാം, കാരണം വലിയ സൂപ്പർവിഷനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അത്തരം കേസുകളിൽ എണ്ണം കൂടിയാൽ കുഴപ്പമില്ല. ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമുള്ള ചില ജോലികളുണ്ടായിരിക്കും. സുപ്പീരിയർ എപ്പോഴും എംപ്ലോയിയുടെ കൂടെ തന്നെ നിന്ന് ജോലി ചെയ്യിക്കണം. ആ കേസിൽ 25 ആളെടുത്ത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമുക്ക് 1, 2, 3 പേരെ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചർ ഓഫ് വർക്ക് ഈസ് 1.
സെക്കൻഡ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ സൂപ്പർവൈസർ. പിന്നെ ഏത് ടൈപ്പ് ആയാലും ഏത് എംപ്ലോയി ആയാലും സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ഫാക്ടറാണ്. നല്ല ലീഡറാണെങ്കിൽ കുറേ ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ദെൻ കപ്പാസിറ്റി ഓഫ് ദ സബോർഡിനേറ്റ്. സബോർഡിനേറ്റിൻ്റെ കപ്പാസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ചില സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യുമ്പോഴും സംശയമായിരിക്കും. ഈ സംശയത്തിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ സൂപ്പർവൈസർ വേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആണെങ്കിൽ കൂടുതൽ സ്പാൻ ഓഫ് കൺട്രോൾ വെക്കാൻ കഴിയില്ല. അതേസമയം സബോർഡിനേറ്റ്സ് വളരെ എഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് സ്പാൻ ഓഫ് കൺട്രോൾ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് വൺ ഫാക്ടർ. ദെൻ ലെവൽ ഓഫ് സൂപ്പർവിഷൻ, ഏത് ടൈപ്പ് സൂപ്പർവിഷൻ വേണം എന്നുള്ളതൊരു ഫാക്ടറാണ്. ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് ജോലിയിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായി ടെക്നിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായി മാനേജർ ഇയാളുടെ കീഴിൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ സുപ്പീരിയർ വർക്കറിൻ്റെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം നോക്കിയാൽ തന്നെ അറിയാം ആരാണ് തെറ്റ് വരുത്തിയതെന്ന്. അപ്പം അത്തരം കേസുകളിൽ നമുക്ക് കൂടുതൽ സ്പാൻ ആകാവുന്നതാണ്. ദെൻ നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, നമ്മൾ ഏത് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഒരു ഫാക്ടർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൈഡിങ് ദി സ്പാൻ ഓഫ് കൺട്രോൾ. The next term that we discussed today is delegation of authority. You have already learned all this. Delegation of authority. Delegation of authority is defined as entrustment of authority and responsibility to another for performance and entrustment of accountability. It is the entrustment of authority and responsibility to another for performance. ഒരാൾ മറ്റൊരാൾക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും പെർഫോം ചെയ്യാൻ വേണ്ടി എൻട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. ആൻഡ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും മാത്രമല്ല കൊടുക്കേണ്ടത്, വി ഹാവ് ടു ഓൾസോ എൻട്രസ്റ്റ് സം അക്കൗണ്ടബിലിറ്റി. ദെൻ ഇറ്റ് മേക്സ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലാർജർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ വലുതായി വരിക ഈ ഡെലിഗേഷൻ ഉണ്ടാകുമ്പോഴാണ് അല്ലേ. ഒരാൾ അയാൾക്കുള്ള ഡ്യൂട്ടി അയാൾ തന്നെ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ പിന്നെ സബോർഡിനേറ്റ്സിൻ്റെ ആവശ്യമില്ലല്ലോ. ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്, ഇതാണ് മറ്റൊരു ഡെഫിനേഷൻ. ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ്, അതോറിറ്റി സബോർഡിനേറ്റ്സിന് ഗ്രാൻഡ് ചെയ്തു കൊടുക്കുക, അനുവദിച്ചു കൊടുക്കുക. ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്, ഒരു പ്രിസ്ക്രൈബ് ചെയ്ത ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ. മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട അയാളുടെ പല പവേഴ്സും എന്തെയും സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം, അതിന് മാർക്കറ്റിംഗ് മാനേജറെ കൺസൾട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഹി ഹാസ് ഗ്രാൻഡഡ് ദ അതോറിറ്റി. മാർക്കറ്റിംഗ് മാനേജർ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി ആർക്ക് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സെയിൽസ് ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹി ഹാസ് ടു ഡിസൈഡ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എന്ന് വെച്ച് മാർക്കറ്റിംഗ് മാനേജറുടെ എല്ലാ അധികാരവും കൈയടത്താനോ അത് ചെയ്യാനോ ഇയാൾക്ക് സാധിക്കില്ല. പകരം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഹാസ് 3 elements അല്ലേ, 3 സ്റ്റെപ്പുകൾ, 3 എലമെൻറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. അസൈനിങ് ടാസ്ക്, എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇമ്പോസ് അക്കൗണ്ടബിലിറ്റി. ഇങ്ങനെയാണ് നമ്മൾ ഡെലിഗേഷൻ നടത്തുക. ഫസ്റ്റ് അസൈൻ ടാസ്ക്, ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. അയാൾ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണോ ഉള്ളത് അത് അടുത്ത ആളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻട്രസ്റ്റ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി അല്ലേ, ആ ജോലി കൊടുക്കുമ്പോൾ ടാസ്ക് മാത്രമല്ല, അതോറിറ്റി മാത്രമല്ല കൊടുക്കുക, എന്തുകൂടി കൊടുക്കും, റെസ്പോൺസിബിലിറ്റി കൂടി ഏൽപ്പിച്ചു കൊടുക്കും. ആൻഡ് ഇമ്പോസ് അക്കൗണ്ടബിലിറ്റി കൂടി ഇമ്പോസ് ചെയ്യും. ദെൻ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നത് 3 ഫാക്ടേഴ്സാണ്. ഒന്ന് അതോറിറ്റി, ഒന്ന് റെസ്പോൺസിബിലിറ്റി, ഒന്ന് അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ 3 ടേംസ് നമുക്കറിയാം അല്ലേ. വാട്ട് ഈസ് അതോറിറ്റി? നമ്മൾ ഫസ്റ്റ് ജനറൽ മാനേജ്മെൻറ്റ് പറയുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫൈവോൾഡ് പ്രിൻസിപ്പിൾ അതോറിറ്റി, പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് അതോറിറ്റി? അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. അതായത് റൈറ്റ് പ്ലസ് പവർ, ഇറ്റ് ഈസ് അതോറിറ്റി. റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്, ഓർഡർ നൽകാനുള്ള റൈറ്റ്, ആൻഡ് പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്,
അനുസരണം നേടിയെടുക്കാനുള്ള പവർ, ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെലിഗേഷൻ്റെ പ്രത്യേകത അതോറിറ്റി വിൽ ബി ഡെലിഗേറ്റഡ്. അപ്പോൾ ആ ഒരു പവറും റൈറ്റുമൊക്കെ എന്ത് ചെയ്യും, ഇയാൾ അടുത്ത ആൾക്ക് സബോർഡിനേറ്റ്സിന് ഏൽപ്പിച്ചു കൊടുക്കും. സോ അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. സെക്കൻഡ് എലമെൻറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. വാട്ട് ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ. അല്ലേ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം, ഒബ്ലിഗേഷൻ, കടപ്പാട് എന്നൊക്കെ പറയും. അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒബ്ലിഗേഷൻ ടു പെർഫോം ദ ടാസ്ക് ഇൻ ദ മാനർ ഡിസൈഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അതോറിറ്റി. അതോറിറ്റി ആഗ്രഹിക്കുന്ന, അതോറിറ്റി പറയുന്ന പോലെ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് കോൾഡ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ ഡെലിഗേറ്റഡ്. റെസ്പോൺസിബിലിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, ഉത്തരവാദിത്തം. അല്ലേ, നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ മാത്രമല്ല, അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും അയാൾക്ക് തന്നെയാണ്, അതിൻ്റെ ഉത്തരവാദിത്തം കൂടി കൊടുക്കണം. അപ്പോൾ അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്, റെസ്പോൺസിബിലിറ്റി ഈസ് ഡെലിഗേറ്റഡ്. ദെൻ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് ദ ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റി, ലീഗലായിട്ടുള്ള, നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തിന് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. ഒറ്റ വേർഡിൽ ആൻസറബിലിറ്റി എന്ന് പറയും. ഇനിയിപ്പോൾ അത് സബോർഡിനേറ്റ് ചെയ്തു, അതെന്തെങ്കിലും കുഴപ്പം പറ്റി, അല്ലേ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ട ഒരാളുണ്ട്. അല്ലേ, ഈ ആൻസറബിലിറ്റിയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഡെലിഗേഷൻ അക്കൗണ്ടബിലിറ്റി ഈസ് നോട്ട് ഡെലിഗേറ്റഡ്. അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്, റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്, അക്കൗണ്ടബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. എന്തെങ്കിലും സബോർഡിനേറ്റിനെ ഏൽപ്പിച്ച് സബോർഡിനേറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അതിൻ്റെ ഉത്തരം പറയേണ്ട വ്യക്തി സുപ്പീരിയർ തന്നെയാണ്, അതല്ലാതെ സബോർഡിനേറ്റ് അല്ല. സോ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആർ ഡെലിഗേറ്റഡ്, അക്കൗണ്ടബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷനിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസാണ്. ഫസ്റ്റ്, ഡെലിഗേഷൻ ബൈ റിസൾട്ട്. ഡെലിഗേഷൻ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്നതാണ് അച്ചീവ് ചെയ്യേണ്ട റിസൾട്ട്, ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. നോൺ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അല്ലേ, റെസ്പോൺസിബിലിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യില്ല. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈക്വലായി കൊടുക്കണം. മുഴുവൻ അതോറിറ്റി മാത്രം കൊടുക്കരുത്, മുഴുവൻ റെസ്പോൺസിബിലിറ്റി മാത്രം കൊടുക്കരുത്. യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താണ്, എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഒരേ സമയം ഒരാൾക്ക് കൂടുതൽ ആളുകൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യണം. ഡെഫിനിഷൻ ഓഫ് ലിമിറ്റേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ അല്ലേ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അതോറിറ്റിയുടെ ലിമിറ്റ് കൂടി പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് വിട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, ഡെലിഗേറ്റ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിമിറ്റ് കൂടി ഡിഫൈൻ ചെയ്യണം. ദിസ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. നമ്മൾ ഡെലിഗേഷൻ്റെ സ്റ്റെപ്സായിട്ട് പറയാവുന്ന ഏരിയാസ്: ഡിസൈഡിങ് ദ ഗോൾ ടു ബി അച്ചീവ്ഡ്. അല്ലേ, ഗോള് ആദ്യം ഡിസൈഡ് ചെയ്യണം. സെക്കൻഡ്, എസ്റ്റാബ്ലിഷ് എ ഡെഫിനിറ്റ് റെസ്പോൺസിബിലിറ്റി. തേർഡ്, ഡിറ്റർമിൻ വാട്ട് ടു ഡെലിഗേറ്റ്, എന്താണ് ഡെലിഗേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ദെൻ ട്രെയിനിങ്, ലാസ്റ്റ് കൺട്രോൾ സിസ്റ്റം. ഇതാണ് നമ്മൾ സ്റ്റെപ്സ് എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്യാവുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ പല ടൈപ്പ് ഉണ്ട്. നമ്മളതിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ജനറൽ ഡെലിഗേഷൻ. അല്ലേ, ജനറൽ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ജോലി അല്ലാതെ വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് മാനേജർ, അയാളുടെ അതോറിറ്റി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം, അയാളെ സബോർഡിനേറ്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഇന്ന വർക്ക് എന്ന് പറയുന്നില്ല, പകരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജനറൽ ഡെലിഗേഷൻ. ഗ്രാൻഡിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു പെർഫോം വേരിയസ് മാനേജീരിയൽ ഫങ്ഷൻസ്. അല്ലേ, വ്യത്യസ്ത, അതാണ് വേരിയസ് ഫങ്ഷൻസ് ചെയ്യാൻ, വ്യത്യസ്ത ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാകുമ്പോൾ ജനറലാണ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡെലിഗേറ്റ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ സ്പെസിഫിക്കലി, ഒരു വ്യക്തിക്ക് സ്പെസിഫിക് ആയി കൊടുക്കുന്ന ഡെലിഗേഷനാണ് സ്പെസിഫിക് ഡെലിഗേഷൻ. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെലിഗേഷൻ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുമ്പോഴാണ്. അൺറിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുതാതെ കൊടുക്കുന്ന ഡെലിഗേഷനാണ്. ഇതൊന്ന് നോക്കണേന്ന് മാത്രം പറയാം, റിട്ടേണായി എഴുതാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ അൺറിട്ടേൺ ഡെലിഗേഷൻ. ഫോർമൽ, അല്ലേ, ഫോർമൽ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെയുള്ള ഡെലിഗേഷനാണ് ഫോർമൽ. അങ്ങനെയൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇൻഫോർമൽ എന്ന് പറയും. ഡൗൺവേർഡ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുപ്പീരിയർ
അയാളുടെ താഴെയുള്ള അല്ലേ സബോർഡിനേറ്റ് തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സിന് കൊടുക്കുമ്പോൾ അത് ഡൗൺവേർഡ് ഡെലിഗേഷനാണ്. സൈഡ് വേർഡ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലെവലിലുള്ള ആളുകൾക്ക് പേഴ്സൺ ഡെലിഗേറ്റ് അതോറിറ്റി ടു അനദർ പേഴ്സൺ ഹു ഈസ് ഓൾസോ ഇൻ ദ സെയിം റാങ്ക് അല്ലേ. ഒരാൾ മാർക്കറ്റിംഗ് മാനേജർ അയാളുടെ അതോറിറ്റി പേഴ്സണൽ മാനേജർക്ക് ഡെലിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. സെയിം ലെവലിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അത് സൈഡ് വേർഡ് ഡെലിഗേഷനാണ്. ദീസ് ആർ ആ പേരിൽ തന്നെ നമുക്കെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ദീസ് ആർ സം ഓഫ് ദ ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ. സോ വി ഡിസ്കസ്ഡ് 2 areas, span of control and delegation of authority. Delegation is an important area as far as your syllabus is concerned. Okay, thank you.